ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് എന്താ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ജെറ്റ് പാക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ജെറ്റ് പാക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ അതിൽ എൻ്റർ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റും ഗൈസ്. അങ്ങനത്തെ ഒരു ജെറ്റ് പാക്ക് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ക്യാപ്റ്റൻ അമേരിക്കൻ്റെ, അതും ആരുടെ ജെറ്റ് പാക്ക് അറിയോ? ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ജെറ്റ് പാക്ക് സ്റ്റീലെ ഉദ്ദേശിക്കുകയാണ്. ഓക്കെ, അതിനായിട്ട് നമുക്ക് ഒരു ജെറ്റ് പാക്ക്, വേറൊരു ജെറ്റ് പാക്ക് വേണം കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷൻ്റെ മേലെ സേഫായി പോയി എടുക്കാനാണ്. അഥവാ നമ്മൾ പോലീസിനെയൊക്കെ അടിച്ചിട്ട് പോയിക്കാൻ കുറച്ച് റിസ്ക്കാണ്. അവർ തിരിച്ച് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും. അതിനെക്കാട്ടി നെയ്സിൽ നമ്മൾ അവനെ അറിയാത്ത പോലെ ജെറ്റ് പാക്ക് മേലെയാണ് അവർ വെച്ചിരിക്കുന്ന ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പം നേരെ തന്നെ നമുക്ക് ഈ ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ജെറ്റ് പാക്ക് എടുക്കാൻ പോയി. അപ്പം നേരെ തന്നെ നമുക്ക് ജെറ്റ് പാക്ക് ആവശ്യമുണ്ട്. നമ്മുടെ കയ്യിലാണെങ്കിൽ ജെറ്റ് പാക്കും ഇല്ല. നേരെ നമ്മുടെ ബോസിൻ്റെ പോയിട്ട് ജെറ്റ് പാക്കും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. തരുമോ എന്ന് നമുക്ക് എന്തായാലും ചോദിച്ചു നോക്കാം. നേരെ പോകും. ഓക്കെ കേസ്, ഇത് ബോസിൻ്റെ പുതിയ ബിൽഡിംഗ് ആണ് കേട്ടോ. ഓക്കെ, അത്യാവശ്യം നല്ലൊരു വലിയ ബിൽഡിങ്ങാണ് ബോസ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ബോസിൻ്റെ പോയിട്ട് ജെറ്റ് പാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വരാം കേസ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് പോയി റെഡിയാക്കിയിട്ട് ചോദിച്ചിട്ട് വരാൻ. ഓക്കെ ഗൈസ്, നമ്മൾ ബോസിൻ്റെ ചോദിച്ചു പറഞ്ഞു വെച്ചാൽ ഈ ഫ്ലാറ്റിൻ്റെ സൈഡിൽ ഒരു ജെറ്റ് പാക്ക് വെച്ചിട്ടുണ്ട്. അത് നീ ഇപ്പോൾ തൽക്കാലം എടുത്തിട്ട് പോയിക്കോ, എനിക്ക് ഇന്ന് തന്നെ വേണം പറഞ്ഞിട്ടുണ്ട്. കാരണം ബോസിന് എന്തോ അത്യാവശ്യത്തിൽ ആ ജെറ്റ് പാക്ക് എന്തോ ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഇത് ഗൈസ് ഒരു ചെറിയ ജെറ്റ് പാക്കാണ് കേട്ടോ നമുക്ക് എന്തായാലും കിട്ടിയിരിക്കുന്നത്. ഇതെടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ജെറ്റ് പാക്കും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കണം. ഓക്കെ, ക്യാപ്റ്റൻ അമേരിക്കൻ്റെ പറഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സൊക്കെ ഉണ്ടാവും, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ മാക്സിനെ നമ്മൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ ജെറ്റ് പാക്ക് അടിച്ചത് നമ്മൾ നേരെ കത്തിച്ച് വിടുകയാണ്. ഓക്കെ ഗൈസ്, ഇപ്പോഴും നമ്മുടെ വീഡിയോ കണ്ടവർ ആരും മാക്സിമം ഒന്നും സപ്പോർട്ട് ചെയ്തില്ല. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഇന്ത്യൻ ബെക്ടറി 3D വീഡിയോസും ഷോർട്സൊക്കെ നമുക്ക് എന്തായാലും ഇട്ട് അടിപൊളിയാക്കുക ഗൈസ്. ഓക്കെ, നമ്മൾ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ അവിടെ എത്തിയിട്ടുണ്ട്. നെയ്സിൽ തന്നെ സേഫായി നമുക്ക് ഇവിടെ എന്തായാലും ലാൻഡിങ് ആക്കിയിട്ട് ആ ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ജെറ്റ് പാക്ക് എടുത്തിട്ട് പോവാം. നമ്മൾ എന്തായാലും ഇവിടെ നെയ്സിൽ ലാൻഡിങ് ആകുമ്പോൾ എത്താം. ഓക്കെ, ഇവിടെ ജെറ്റ് പാക്ക് കാണാമല്ലോ. ഇത് ഗൈസ് എൻ്റെ മോനെ അടിപൊളി സാധനം കേട്ടോ, ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ജെറ്റ് പാക്ക്. ഇനി ക്യാപ്റ്റൻ അമേരിക്കൻ്റെ അവഞ്ചേഴ്സിൻ്റെ ഏതെങ്കിലും മൂവി ഉണ്ടാക്കുമ്പോൾ ഇനി ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ഫ്ലൈയിങ് ജെറ്റ് പാക്ക് ഉണ്ടാവില്ല കേട്ടോ, കാരണം നമ്മുടെ കയ്യിലാണ്. അപ്പോൾ ഇനി ക്യാപ്റ്റൻ അമേരിക്കൻ്റെ ഏതെങ്കിലും ഒരു മൂവി എടുക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ വന്ന് ക്യാഷ് തന്നിട്ട് തന്നെ അവർക്ക് ഈ ജെറ്റ് പാക്ക് എടുത്തിട്ട് പോകാൻ പറ്റുള്ളൂ. ഓ ഗൈസ്, ഇനി ക്യാപ്റ്റൻ അമേരിക്കൻ്റെ മൂവി ഒന്നും ഓടില്ല കേട്ടോ, കാരണം ജെറ്റ് പാക്കിൻ്റെ അടുത്താണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജെറ്റ് പാക്കിനെ അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ട് ഗൈസ്. ഈ ജെറ്റ് പാക്ക് നല്ല സ്പീഡും ഉണ്ട്. ഈ ജെറ്റ് പാക്കിന് വേറൊരു സ്പെഷ്യൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമുക്ക് എന്തായാലും ഇതിനെ ഏറ്റവും മേലെ കൊണ്ടുപോയി നിർത്താം. ഓക്കെ, സേഫായി കൊണ്ടുപോയി നിർത്താം. അടിപൊളി സാധനം കേട്ടോ. സ്റ്റാർട്ടിങ് ആയിട്ട് നമ്മൾ എവിടെ നിന്ന് ഇടിക്കാണ്ട് പോകുകയാണ്. ഓക്കെ ഗൈസ്, നമ്മൾ എന്തായാലും സേഫായി എത്തിപ്പിച്ചിട്ടുണ്ട്. ഈ ജെറ്റ് പാക്കിന് കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. നമ്മുടെ ഫോണിൽ ഒരു ആപ്പും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ആക്കിയിട്ടുണ്ട്, ക്യാപ്റ്റൻ അമേരിക്ക ജെറ്റ് പാക്ക് പറഞ്ഞിട്ട്. എൻ്റെ മോന് ഇത് ഓട്ടോമാറ്റിക് കളറും കാര്യങ്ങളൊക്കെ നമ്മൾ ഫോണിൽ സ്വിച്ച് ചെയ്ത പോലെ വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളിയൊക്കെ തന്നെ കേസ്. അങ്ങനെ നമ്മൾ ക്യാപ്റ്റൻ അമേരിക്ക ജെറ്റ് പാക്കൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കല്ലേ.